ഹലോ എവരി വൺ. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ബോർഡ് എക്സാമിന്റെ ഒക്കെ ചൂടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻസും റിവിഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് ഒരു ചാപ്റ്റർ അനലൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റേഴ്സിൽ, ടോട്ടൽ ആയിട്ടുള്ള +1 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് ഉണ്ടാവുക, എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുക, ഇല്ല ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് ചോദിക്കുക, ഇല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതാണ്, ഇല്ല ആ കോൺസെപ്റ്റുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ഓരോ വർഷങ്ങളിലും ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞ് റിവൈസ് ചെയ്യുവാനായിട്ട് ദർശന അക്കാദമിയുടെ റാപ്പിഡ് റിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 5 ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ചാപ്റ്റേഴ്സ്. അപ്പൊ നിങ്ങളുടെ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, പ്രോബബിലിറ്റി. അപ്പൊ പേര് കാണുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇത് ഈസിയസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് അതിന്റെ വെയിറ്റേജ്, സ്കോർ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ ചോദിക്കുക. മെട്രിസസിൽ നിന്നും ഡിറ്റർമിനൻസിൽ നിന്നും 10 മാർക്ക്, ഈ 2 ചാപ്റ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്ത് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ 5 മാർക്കിനുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ എസ്എ ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ് LPP-യിൽ നിന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ പ്രോബബിലിറ്റിയിൽ നിന്നും 8 മാർക്കിനുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്നും പ്രോബബിലിറ്റിയിൽ നിന്നും നമ്മുടെ കേസ് സ്റ്റഡി ഒക്കെ സാധാരണ വരുന്നത് പ്രോബബിലിറ്റിയിൽ നിന്ന് ഉറപ്പായിട്ട് മിക്കവാറും കേസ് സ്റ്റഡീസ് ഒരു 90% കേസ് സ്റ്റഡി ചോദിക്കുന്നത് പ്രോബബിലിറ്റിയിൽ നിന്നായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസിലെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതിന്റെ കീ കോൺസെപ്റ്റുകളും എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം +1 നമ്മൾ പഠിച്ചു തുടങ്ങിയ ഒരു ചാപ്റ്ററാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഡൊമൈൻ റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചിലപ്പോൾ ഡൊമൈനും റേഞ്ചും ഒക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ +2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റുകളാണ് റിലേഷനിൽ നിന്ന് ഇക്വലൻസ് റിലേഷനും ഫംഗ്ഷനിൽ നിന്ന് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഈ 2 കോൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക നോക്കിയാൽ 2024 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. 1 2 3 4 5 ഈസ് ഡിഫൈൻഡ് ആസ് ആർ. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുക HY mod h² - y² < 8. എന്താണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്താ? ഓർഡേർഡ് പെയർ HY mod h² - y² < 8. ചോദ്യം ഇതാണ്, ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അല്ലെ, ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാ? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. അല്ലെ, റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഉള്ള പ്രോബ്ലംസ് ആണ് മിക്കവാറും നമ്മൾ ഈ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഒരു റിലേഷൻ തന്നിട്ട് അത് ഇക്വലൻസ് റിലേഷൻ ആണോ, ഇപ്പൊ ചോദിച്ചിരിക്കുന്ന പോലെ ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ഇക്വലൻസ് റിലേഷൻ ആകാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇല്ല റിഫ്ലെക്സീവ് ആകാൻ വേണ്ടി എന്ത് ചെയ്യാം, സിമെട്രിക് ആകാൻ വേണ്ടി എന്ത് ചെയ്യാം, എന്ത് ചേഞ്ച് വരുത്തിയാൽ സിമെട്രിക് ആകും. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇക്വലൻസ് റിലേഷൻ എന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. സെറ്റ് എ തന്നിട്ടുണ്ട്, 1 2 3 4 5 ആണ്. അതിൽ റിലേഷൻ ഡിഫൈൻ ചെയ്യുക HY ഓർഡേർഡ് പെയർ HY mod h² - y². അപ്പൊ നമുക്കൊന്ന് റിലേഷൻ ഒന്ന് എഴുതാം. അല്ലെ, ഇല്ലെങ്കിൽ റിലേഷൻ എഴുതാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അല്ലെ, റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. ഓക്കെ, റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. എങ്ങനെയാ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ സെറ്റിന്റെ അകത്തെ എലമെന്റ്സ്, ഒരു സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെറ്റിനകത്ത് എ തമ്മിൽ റിലേഷൻ ഉണ്ടാകും. അതായത് ഒരു എലമെന്റ് ആ എലമെന്റിനോട് തന്നെ റിലേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഇമേജ് ആ എലമെന്റ് തന്നെയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കുക. അല്ലെ, ഓർഡേർഡ് പെയർ എ ഇതിന്റെ അകത്ത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഓർഡേർഡ് പെയർ H ഇതിന്റെ അകത്ത് എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. അല്ലെ, HH എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അതേ നോക്കിയേ, H ഇതിന്റെ അകത്തെ ഒരു മെമ്പർ ആണെങ്കിൽ, H ഓർഡേർഡ് പെയർ H മെമ്പർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ H എന്ന് പറയുന്ന ഡൊമൈനിലുള്ള മെമ്പർ ആണ് എങ്കിൽ നമുക്ക് നോക്കാം. H മൈനസ് നമ്മുടെ റിലേഷൻ എന്താ, R ഈസ് ഈക്വൽ ടു H² - y യും H തന്നെയാണ്, അതിലേക്ക് തന്നെയാണ്
എച്ചിലേക്ക് തന്നെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നോക്കാം. എച്ച് സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ, വൈ സ്ക്വയറിന് പകരം എച്ച് സ്ക്വയർ, മോഡ് എച്ച് സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്താ, ദിസ് ഇസ് ഈക്വൽ ടു 0 അല്ലെ. ആ 0 എന്താ, ലെസ് ദാൻ 8 ആണ്. അപ്പൊ ഏത് എലമെന്റ് എടുത്താലും, സെറ്റ് എയ്ക്കകത്തുള്ള ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിനോട് തന്നെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 8. therefore it is reflexive അല്ലെ. അപ്പൊ അത് റിഫ്ലെക്സീവ് ആണ്. ഇനി എന്താ ചെക്ക് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് സിമെട്രി ചെക്ക് ചെയ്യണം. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ സിമെട്രിക് ആണോ എന്ന് നോക്കുക. എച്ച് വൈ എലമെന്റ് ഓഫ് ആർ ആണ് റിലേഷന്റെ അകത്തുള്ളതാണ് എങ്കിൽ ദാറ്റ് ഇംപ്ലൈ എന്താണ്, വൈ എച്ച് എലമെന്റ് ഓഫ് ആർ ആയിരിക്കും അല്ലെ. എച്ച് വൈ എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ വൈ എച്ച് എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. നമുക്ക് നോക്കാം. എച്ച് വൈ എലമെന്റ് ഓഫ് ആർ, ഓർഡേർഡ് പെയർ എച്ച് വൈ എലമെന്റ് ഓഫ് ആർ, ദാറ്റ് ഇംപ്ലൈസ് എന്താ, എച്ച് വൈ എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, മോഡ് എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്തായിരിക്കും, 8 ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ തിരിച്ചു പറയാം. എന്താ, ഈ വൈ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ അതിന്റെ മോഡുലസ് എടുത്താലും എന്ത് തന്നെയാ, ഈ സെയിം വാല്യൂ തന്നെയാ വരിക അല്ലെ. മോഡുലസ് ആയതുകൊണ്ട് എന്താ, പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ. 8ൽ നിന്ന് 4 കുറച്ചാൽ 4 ആണ്, 4ൽ നിന്ന് 8 കുറച്ചാൽ -4 ആണ്. പക്ഷെ രണ്ടിന്റെയും മോഡുലസ് വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, മോഡുലസ് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വൈ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണ്. സോ ഇതും എന്ത് തന്നെയാണ്, ഇതും ലെസ് ദാൻ 8 ആണ് അല്ലെ. വൈ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയറും ലെസ് ദാൻ 8 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുക, വേണ്ട ഈ വൈ എച്ച് എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എവിടെയുണ്ട്, റിലേഷന്റെ അകത്തുണ്ട് അല്ലെ, റിലേഷന്റെ അകത്തുണ്ട്. therefore it is symmetric. ഓക്കെ. അപ്പൊ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. ഇനി ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, ട്രാൻസിറ്റിവിറ്റി ആണ് അല്ലെ. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം. ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ എന്താ, എച്ച് വൈ എലമെന്റ് ഓഫ് ആർ ആണ്, അതുപോലെ തന്നെ വൈ ഇസഡ് എലമെന്റ് ഓഫ് ആർ ആണ് എങ്കിൽ ദിസ് ഇംപ്ലൈ, ഇത് രണ്ടും ഉണ്ട് എങ്കിൽ എന്താണ് എച്ച് ഇസഡ് എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. ഓർഡേർഡ് പെയർ എച്ച് ഇസഡ് എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതെന്താ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും എക്സാമ്പിൾ എടുത്ത് കാണിച്ചാലും മതി അല്ലെ. ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ, എക്സാമ്പിൾ എടുത്താൽ മതി. നമുക്ക് നോക്കാം. 2 സംഖ്യ എടുക്കാം, 2 and 4. ഓക്കെ, 2 4 അല്ലെങ്കിൽ 1 2, 1 2 എടുത്തു. 1 2 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 1 2 എലമെന്റ് ഓഫ് ആർ. 1 2 എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മോഡ് 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, 1 - 4 മോഡ് -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ലെസ് ദാൻ 8. അപ്പൊ ഇത് എലമെന്റ് ഓഫ് ആർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 2 3 എടുത്തു. 2 3 എടുത്താൽ എന്താ വരിക, എലമെന്റ് ഓഫ് ആർ ആണോ നോക്കിയേ. 2 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് 4 - 9 that is equal to mod -5 that is equal to 5 that is also less than 8. അത് less than 8 ആണ്. ഇനി നോക്കിയേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണ്ട 3ഉം 1ഉം എടുത്താലോ, ഇത് എക്സ് വൈ ആണ്, ഇത് വൈ ഇസഡ് ആണ്. അപ്പൊ എന്താ, എച്ച് ഇസഡ് മെമ്പർ ആയിരിക്കണം. എച്ച് ഇസഡ് എന്ന് പറയുന്നത് എന്താ, 1 3 എവിടെ ഉണ്ടായിരിക്കണം, മെമ്പർ ആയിരിക്കണം. 1 3 എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, 1 3 ഇംപ്ലൈസ് 1 സ്ക്വയർ, മോഡ് 1 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു മോഡ് 1 - 9 ദാറ്റ് ഈസ് ഈക്വൽ ടു -8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 8 ലെസ് ദാൻ 8 അല്ല, 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ ഇത് ശരിയായിരുന്നു. പക്ഷെ ഇത് ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്തല്ല, അത് ലെസ് ദാൻ 8 ആണ് എന്ന് പറയാൻ പറ്റില്ല. സോ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ, ഇത് ട്രൂ അല്ല എന്ന് മനസ്സിലാവും. ദിസ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ അത് പോസിബിൾ അല്ല. therefore it is not transitive. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പിടികിട്ടി. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇക്വലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുള്ളതാണ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻ റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് എങ്കിൽ ഇക്വലൻസ് റിലേഷൻ ആണോ,
ആയിരിക്കും ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും ഫംഗ്ഷനിൽ നിന്നുള്ള ചോദ്യം. ഇപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഫംഗ്ഷൻ 1 ആകണം, ഓൺ 2 ആകണം അല്ലെ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ്സ്, ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സിൽ നിന്ന് ഒരു എലമെന്റിൽ നിന്ന് ഒറ്റ എലമെന്റിലേക്കുള്ള റിലേഷൻ ആണ് അല്ലെ. ഒരു എലമെന്റിൽ നിന്ന് മറ്റ് ഒരു എലമെന്റിലേക്കുള്ള റിലേഷൻ, കുറെ എലമെന്റിൽ നിന്ന് ഒരു എലമെന്റിലേക്ക് പോകുന്ന റിലേഷൻ മെനി വൺ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാവണം. 1 ഫംഗ്ഷൻ ആണെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അത് ഓർക്കുക. അത് കഴിഞ്ഞ് ഓൺ 2 ഫംഗ്ഷൻ ആണെങ്കിലോ സെറ്റ് ബിക്കകത്തുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാകണം, പ്രീ ഇമേജ് ഉണ്ടാകണം. അപ്പൊ ഇത് രണ്ടുമാണ് കണ്ടീഷൻ, ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ, ആറിൽ നിന്ന് റിയൽ നമ്പേഴ്സ് ആണ്, ആർ ടു ആർ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എച്ച് പ്ലസ് ബി. അപ്പൊ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്താ, ഈസ് ഈക്വൽ ടു എ എച്ച് പ്ലസ് ബി. ഇപ്പൊ വേറെ ഫംഗ്ഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, എല്ലാം വേരിയബിൾസാ. ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലെ. വേരിയബിൾസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കി നമുക്ക് തന്നിട്ടുണ്ട് സച്ച് ദാറ്റ് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. അപ്പൊ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ട് എക്സിന് പകരം ഇവിടെ 1 ആ. അപ്പൊ ഇവിടെയും ആർ എച്ച് എസിലും എന്താ, എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. എ ഇൻറ്റു 1 പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 1 ആണ്. എ പ്ലസ് ബി 1 ആണ്. ഇനി എഫ് ഓഫ് 2 തന്നിട്ടുണ്ട്. എന്താ, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 2 പ്ലസ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a പ്ലസ് ബി ഈക്വൽ ടു എത്രയാ, 3 ആണ്. അപ്പൊ ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. അപ്പൊ ഇക്വേഷൻ 2ൽ നിന്ന് 1 കുറച്ചാൽ എന്ത് വരും, ദിസ് ഇംപ്ലൈസ്, ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബി രണ്ടും ക്യാൻസൽ ആവും, എ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലെ. എ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ എ 2 ആണെങ്കിൽ ബി എത്രയാ, ബി ഈസ് ഈക്വൽ ടു -1 അല്ലെ. എ 2 ആണെങ്കിൽ ബി -1. അപ്പം എ ഈസ് ഈക്വൽ ടു ആൻഡ് ബി ഈസ് ഈക്വൽ ടു -1. അപ്പൊ ഫംഗ്ഷൻ എന്തായി, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ 2 ആണ്. അപ്പൊ എ എച്ച് എന്ന് പറയുന്നത് 2h ആയി, ബി എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ 2h -1 ആയി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താ, 2h -1. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2h -1. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇതൊന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടുണ്ടാവും. എഫ് ഓഫ് എക്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരാവുന്നേ ഉള്ളൂ അല്ലെ. എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് ആയിട്ട് തരാവുന്നതിനെക്കാട്ടിലും എന്താണ്, എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ അതിൽ തന്നെ ക്ലൂ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നെ ക്ലൂ ഉണ്ടാവും. ഇനി നോക്കാം, എന്താ 1 ആൻഡ് ഓൺ 2 ഓർ നോട്ട്. 1 ആണോ ഓൺ 2 ആണോ അതോ അല്ലയോ എന്നാണ്. ഓക്കെ, 1 ആണോ എന്ന് നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്യുക. 1 ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നത് h1 ഉം h2 എടുക്കുന്നു. അപ്പൊ എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2 എന്ന് നമ്മൾ എടുക്കുന്നു അല്ലെ. എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വേണ്ടേ, എഫ് ഓഫ് h1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 2h1 -1 ഈസ് ഈക്വൽ ടു 2h2 -1. രണ്ടിടത്തും ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2h1 ഈസ് ഈക്വൽ ടു 2h2 എന്ന് കിട്ടും. ഇനി രണ്ടിടത്തും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. രണ്ടിടത്തും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ h1 ഈസ് ഈക്വൽ ടു h2 എന്ന് കിട്ടും. അപ്പൊ എന്തായി, എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2 എന്ന് എടുത്താൽ h1 ഈസ് ഈക്വൽ ടു h2 എന്ന് കിട്ടി. ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. therefore the function is 1 ആകാനുള്ള കണ്ടീഷൻ ആണ് എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2 കാണുക, h1 ഈസ് ഈക്വൽ ടു h2 എന്ന് കിട്ടുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഓൺ 2 ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓൺ 2 ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y ആ അല്ലെ, y ഈസ് ഈക്വൽ ടു 2h -1 ആണ്. അപ്പൊ നമ്മൾ എഫ് ഓഫ് ഓൺ 2 ഫംഗ്ഷൻ കാണുന്നത് എന്താണ്, y ഈസ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ഫോമിൽ നിന്ന് h ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്ന ഫോമിലേക്ക് അതിനെ കൊണ്ടുവരിക. h ഈസ് ഈക്വൽ ടു സംതിങ് എന്തായിരിക്കും, 2h -1 ഈസ് ഈക്വൽ ടു y ആണ്. അപ്പൊ 2h ഈസ് ഈക്വൽ ടു എന്താ, y പ്ലസ് 1 ആണ്. അപ്പൊ h ഈസ് ഈക്വൽ ടു y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ വേണ്ടേ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ അകത്ത് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എന്താണ്, എഫ് ഓഫ് y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. That is equal to 2 into y plus 1 divided by 2 minus 1 അല്ലെ. വേണ്ട നമ്മുടെ എക്സിന് പകരം 2h -1 എന്ന് പറയുന്ന എക്സിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 2ഉം ക്യാൻസൽ ആയി. ദിസ് ഇസ് ഈക്വൽ ടു y പ്ലസ് 1 മൈനസ് 1. -1ഉം +1ഉം ക്യാൻസൽ ആയി. ദിസ് ഇസ് ഈക്വൽ ടു y എന്ന് കിട്ടി. അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടി കഴിഞ്ഞാൽ therefore the function is on 2. അപ്പൊ 1 ആണ്, ഓൺ 2 ആണ്. അപ്പൊ അതെന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ ഇങ്ങനെയാണ് തെളിയിക്കുക. എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2 എന്ന് തെളിയിക്കുക. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ
ഓൺടുനെസ് ഇംപ്രൂവ്ഡ് ആവും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി കാണിക്കാം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ വേർ ആർ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 4x + 3. ഇനി അത് 1 1 ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ? എഫ് ഓഫ് എച്ച് 1 1 ആണ് എങ്കിൽ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. എഫ് ഓഫ് എച്ച് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് 2 ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇംപ്ലൈ എന്തായിരിക്കണം? എച്ച് 1 ഈസ് ഈക്വൽ ടു എച്ച് 2 കിട്ടിയാൽ ഇത് 1 1 ആണ്. അതുപോലെ തന്നെ ഓൺ ടു ആണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്ന ഫോമിലേക്ക് കൊണ്ടുവരിക. എഫ് ഓഫ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y കിട്ടിയാൽ എന്ത് വരും? അത് ഓൺ ടു ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്ത് നോക്കുക. 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓൺ ടു അല്ലെങ്കിൽ അത് ഇൻ ടു ആയിരിക്കും. ഇനി 1 1 അല്ലെങ്കിൽ അത് മെനി 1 ആയിരിക്കും. അപ്പൊ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മുടെ ഇതിൽ നിന്ന് ചോദിക്കുക, റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മെട്രിക്സും ഡിറ്റർമിനൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിക്കാം അല്ലെ. രണ്ടും ഒരു ബേസിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിറ്റർമിനൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഇവിടെയുള്ള മെട്രിക്സിന്റെ അകത്തുള്ളത്. അപ്പൊ രണ്ടും കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ എന്താണ്ട് ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. ഇപ്പൊ ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സിലുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോസ് കാണുന്നുണ്ട്, ഇൻവേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഓപ്പറേഷൻസ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മിക്കവാറും ചോദിക്കുന്ന ഒരു ടൈപ്പ്. ഏതെങ്കിലും ഓപ്പറേഷൻസ് ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒറ്റ ചോദ്യത്തിൽ ചോദിക്കും. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്ന് a² + 5a - 7i എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതിലെല്ലാ ഓപ്പറേഷൻസും ഉണ്ട്. സബ്ട്രാക്ഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു ടൈപ്പ് ചോദ്യം മിക്കവാറും കാണുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. ഒരു മെട്രിക്സിനെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാനുള്ള ചോദ്യം അത് സ്ഥിരം ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാ? a + a⁴/2 എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സും a - a⁴/2 എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്താൽ ആ മെട്രിക്സ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ചോദ്യം ചോദിക്കാം. ഇനി ഡിറ്റർമിനൻസ്, അഡ്ജോയിന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതും അതിന്റെ പ്രോപ്പർട്ടീസും, ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ അഡ്ജോയിന്റ് ഒക്കെ നിങ്ങൾ മൈനറും കോഫാക്ടറും ഒക്കെ വെച്ച് നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, NCERT പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു സിമ്പിൾ ട്രിക്കും കൂടി ഞങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും കൂടി NCERT ഇല്ലാത്തതാണ്. അത് ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ a ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ആണ്. അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ഇപ്പൊ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് മിക്കവാറും നമ്മുടെ മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കുന്ന പ്രോബ്ലംസ്. ഓക്കെ, നമുക്ക് നോക്കാം ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ്. രണ്ട് മെട്രിക്സസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യം. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആയിരിക്കും. വേണ്ടേ, ഇവിടെ 2 വന്നു, ഇത് 2, ഇവിടെ 2 വന്നു, ഇവിടെ 8 വന്നു, താഴെ 8 വന്നു അല്ലെ. ഇവിടെ 8 വന്നു, ഇവിടെയും 8 വന്നു, ഇവിടെ 2 വന്നു, ഇവിടെയും 2 വന്നു. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എലമെന്റും സെയിം ആയിരിക്കും അല്ലെ. ഈ എലമെന്റും സെയിം ആയിരിക്കും. നോക്കിയേ, 5 + h എന്ന് പറയുന്നത് എത്രയാ? 6 ആ അല്ലെ. 5 + h 6 ആണ്. അതുപോലെ തന്നെ h + y എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ h ഉം y ഉം കണ്ടുപിടിക്കാനാ ചോദ്യം. നോക്കിയേ, 5 + 6 h 6 ആണ് എങ്കിൽ h ഈസ് ഈക്വൽ ടു 6 - 5 അല്ലേ? നോക്കിയേ അല്ലെ. ദിസ് ഇംപ്ലൈസ് 1. h എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ h 1 ആണെങ്കിൽ 1 + y ഈസ് ഈക്വൽ ടു 2. y ഈസ് ഈക്വൽ ടു 5 അല്ലേ. h + y ഈസ് ഈക്വൽ ടു 5 അല്ലേ. കറസ്പോണ്ടിങ് എലമെന്റ് 5 ആണ്. അപ്പൊ ഇവിടെ 1 + y ഈസ് ഈക്വൽ ടു 5, ദാറ്റ് ഈസ് 5 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ h 1 ഉം y ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുന്ന 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെട്രിക്സ് ഫോം ചെയ്യാനുള്ള പ്രോബ്ലം, അതും 1 മാർക്കിന്റെ ഇല്ലെങ്കിൽ എ പാർട്ട് അല്ലെങ്കിൽ ബി പാർട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. മെട്രിക്സ് 2/2 മെട്രിക്സ് ഫോം ചെയ്യുക. aij whose elements are given by aij is equal to 2i -
ജെ. അപ്പോൾ ഒരു മെട്രിക്സ് 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇത് A11, A12, A21, A22 അല്ലെ? എ എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്? AIJ A11 ആണെങ്കിൽ എന്താ, I എന്ന് പറയുന്ന 1 ആണ്, J എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1 ആണെങ്കിൽ 2 into 1, 2 minus 1 എന്താ, എലമെന്റ് 1 ആണ്. ഇനി അടുത്തത് A12 ആണെങ്കിലോ 1 into 2, 2 ആണ്, -2 എന്ന് പറയുന്നത് 0 ആണ്. അടുത്തത് 2 ആണെങ്കിൽ 2 into 2 4 ആണ്, -1 എന്ന് പറയുന്നത് 3. അടുത്ത 2 ആണെങ്കിൽ 2 into 2 4, -2 എന്ന് പറയുന്നത് 2. അപ്പം എലമെന്റ് എ എന്ന് പറയുന്നത് 1032 ആണ്. അപ്പോൾ ഒരു ഓപ്പറേഷൻ ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. A² എന്ന് പറയുന്നത് A into A ആണ് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1032 ആണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. അതുപോലെ തന്നെ 1032. അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്, ഫസ്റ്റിന്റെ റോ ഇൻറ്റു സെക്കൻഡിന്റെ കോളം അല്ലെ? അത് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ? വെറുതെ സമയം നമുക്ക് കളയണ്ട. നമുക്ക് നോക്കാം. എന്നാലും 1 into 1 1 ആണ്, പ്ലസ് 0 into 3 0 തന്നെയാണ്. ഓക്കെ, അടുത്തത് 1 into 0 0 ആണ്, പ്ലസ് 0 into 2 0 ആണ്. അടുത്ത 3 into 1 3 ആണ്, പ്ലസ് 2 into 3 6 ആണ്. 6 plus 3 എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, അടുത്തത് 3 into 0 0 ആണ്, 2 into 2 4 ആണ്. ആൻസർ 1094. ക്ലിയർ ആണല്ലോ? 1094. ഇതാണ് A². അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെട്രിക്സ് ഫോം ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ മുമ്പേ പറഞ്ഞ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു പ്രോബ്ലം ആണ്. ഒരു പ്രോബ്ലം ഈ ഒരു മെട്രിക്സിനെ നമുക്ക് സം ഓഫ് എ സ്ക്യൂ സിമെട്രിക് ആൻഡ് സിമെട്രിക് മെട്രിക്സ് എന്നാക്കണം. അപ്പൊ സിമെട്രിക് മെട്രിക്സ്, ഒരു മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സ് ആക്കാം. എങ്ങനെയാ? എ എന്ന് പറയുന്നതിന്റെ സിമെട്രിക് മെട്രിക്സ് ഈസ് ഈക്വൽ ടു A plus A transpose by 2. A plus A transpose by 2 എന്ന് പറയുന്നത് അതിനെ ഒരു സിമെട്രിക് മെട്രിക്സ് ആയിട്ട് മാറ്റുന്ന. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഒന്നുമില്ല, A minus A transpose by 2 ആണ്. A minus A transpose by 2. അപ്പൊ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമെട്രിക് മെട്രിക്സ്, മറ്റേത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ രണ്ട് മെട്രിക്സുകൾ നമുക്കൊന്ന് എഴുതാം. 3 3 minus 1 3 3 minus 1 -2 -2 1 -2 -2 1 -4 -5 2 -4 -5 2. അപ്പൊ ഇതെന്താ? ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. എ. അപ്പൊ എ ട്രാൻസ്പോസ് എന്താ? എ ട്രാൻസ്പോസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോ കോളമാകും, കോളം റോ ആകും. അപ്പൊ ഈ കോളം 3 3 -1 ആ റോ, ഫസ്റ്റ് റോ എന്തായി? കോളമായി. ഇനി -2 സെക്കൻഡ് റോ, -2 1 സെക്കൻഡ് കോളമായി. അടുത്തത് -4 -5 2. ഇപ്പൊ എ ട്രാൻസ്പോസ് ആയി. ഇനിയിപ്പോ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും നോക്കാം. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ സിമെട്രിക് എന്ന് പറയുന്നത് എന്താ? A plus A transpose by 2 ആണ് അല്ലെ? ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം, A plus A transpose എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് അഡീഷൻ എങ്ങനെ ചെയ്യുക? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യും. അപ്പൊ A plus A transpose എന്ന് പറഞ്ഞാൽ ഇതും പ്ലസ് ഇത് ഡിവൈഡഡ് ബൈ 2, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. 3 plus 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 3 ആണ്. 3 plus 3 6/2 3. ഇനി 3 -2 രണ്ടും ആഡ് ചെയ്താൽ 3 -2 1 ആണ്, 1/2 വരും അല്ലെ? ഇനി -1 -4 എന്ന് പറഞ്ഞാൽ -5 ആണ്, -5/2 വരും. അടുത്തത് -2 plus 3 എന്ന് പറയുന്നത് 1/2 ആണ്. അടുത്തത് -2 -2 എന്ന് പറഞ്ഞാൽ -4 ആണ്, /2 എന്ന് പറയുന്നത് -2 തന്നെയാണ്. അടുത്ത 1 -5 എന്ന് പറയുന്നത് 1 plus -5 എന്ന് പറയുന്നത് -4 ആണ്, -4/2 എന്ന് പറയുന്നത് -2 തന്നെയാണ്. ഓക്കെ, അടുത്തത് -4 -1 -5/2. അടുത്ത -5 plus 1 എന്ന് പറഞ്ഞാൽ -4 ആണ്, -4/2 എന്ന് പറയുന്നത് -2 ആണ്. അടുത്ത 2 plus 2 4 ആണ്, /2 2 ആണ്. നോക്കിയേ, ഇതൊരു സിമെട്രിക് മെട്രിക്സ് അല്ലേ എന്ന് നോക്കിയേ. 3 വന്നു, ഇവിടെ 1/2, ഇവിടെയും 1/2, ഇവിടെ -5/2, ഇവിടെ -5/2, ഇവിടെ -2, ഇവിടെ -2. അപ്പൊ ഇത് നമ്മൾ റോയും കോളം ഇതിന്റെ ട്രാൻസ്ഫേഴ്സ് എഴുതിയാലും ഇത് നേരെ എഴുതിയാലും എന്ത് തന്നെയായിരിക്കും? ഇത് സെയിം മെട്രിക്സ് തന്നെയായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുക അല്ലെ? ഇനി നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാം. എന്താ സ്ക്യൂ സിമെട്രിക്?
എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ആണ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് എഴുതാം. എ മൈനസ് 3 മൈനസ് 3 0 ബൈ 2 എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത 3 മൈനസ് മൈനസ് 2 അതായത് 3 പ്ലസ് 2 5 ബൈ 2 മൈനസ് 1 മൈനസ് മൈനസ് 4 മൈനസ് 1 പ്ലസ് 4 എന്താ വരിക? മൈനസ് 1 പ്ലസ് 4 മൈനസ് 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ബൈ 2. അടുത്ത മൈനസ് 2 മൈനസ് 3 എന്ന് പറയുന്ന മൈനസ് 5 ആണ് ബൈ 2. അടുത്തത് മൈനസ് 2 മൈനസ് മൈനസ് 2 എന്ന് പറയുന്നത് പ്ലസ് 2 ആണ്, 0 ആണ്. അടുത്ത 1 മൈനസ് മൈനസ് 5 1 പ്ലസ് 5 എത്രയാ? 6 ആണ്. 6 ബൈ 2 3 ആണ്. അടുത്ത മൈനസ് 4 മൈനസ് മൈനസ് 1 മൈനസ് 4 പ്ലസ് 1 മൈനസ് 3 ആണ്. മൈനസ് 3 ബൈ 2. അടുത്ത മൈനസ് 5 മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 6 ആണ്. മൈനസ് 6 ബൈ 2 എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. അടുത്ത 2 മൈനസ് 2 0 ബൈ 2 0. അപ്പൊ നമുക്ക് ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയി. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് തന്നെ കിട്ടും, എ എന്ന് തന്നെ കിട്ടും. നോക്കാം, രണ്ട് 3യും ഈ 0യും കൂടി കൂട്ടിയാൽ 3 വന്നു. അടുത്തത് മൈനസ് 1 ബൈ 2ഉം 5 ബൈ 2ഉം കൂടി കൂട്ടിയാൽ 6 ബൈ 2 ആണ്, അത് 3 ആണ്. അടുത്ത മൈനസ് 5 ബൈ 2ഉം 3 ബൈ 2ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാ? മൈനസ് 2 ബൈ 2 കിട്ടും, അതായത് മൈനസ് 1 ആണ്. അപ്പൊ ഈ രണ്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? നമുക്ക് സെറ്റ് എ തന്നെ കിട്ടും. അപ്പൊ സ്ക്യൂ സിമെട്രിക് ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെയും സിമെട്രിക് ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെയും സം ആയിട്ട് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഇക്വേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2, സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. ഓക്കെ, ഇനി ചോദിക്കുന്ന ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പൊ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ഡിറ്റർമിനൻസിന്റെ മറ്റൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, ഫൈൻഡ് എ ഇൻവേഴ്സ് ആൻഡ് യൂസ് ടു സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പം ഫോളോയിങ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ എങ്ങനെയാണ്, എന്തിനാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നോക്കിയേ, ഈ ഇക്വേഷൻ ഈ ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്താണ് നമ്മുടെ ഈ ഇക്വേഷൻ എഴുതുക. ലീനിയർ ഇക്വേഷൻസിന്റെ എക്സ് വൈ ഇസഡ് ഉണ്ട്, എക്സ് വൈ ഇസഡിന്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മുടെ ഇവിടെ ഓരോ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് വരിക. എക്സ് വൈ ഇസഡിന്റെ കോഎഫിഷ്യൻസ് ആണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. എക്സ് വൈ ഇസഡ് എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. അതുപോലെ തന്നെ ഇതിന്റെ ആർ എച്ച് എസിലുള്ള ഓരോ ഇക്വേഷന്റെയും ആർ എച്ച് എസിലുള്ള വാല്യൂ ആണ് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് എഴുതുക. അപ്പൊ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് പറയാം എ എച്ച് ഈസ് ഈക്വൽ ടു ബി. ഇതാണ് ലീനിയർ ഇക്വേഷൻ. എ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോഎഫിഷ്യൻസ്, അതായത് എക്സ് വൈ സെഡിന്റെ കോഎഫിഷ്യൻസ് ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ബി കിട്ടും. ഓക്കെ, അപ്പൊ എ എച്ച് ഈസ് ഈക്വൽ ടു ബി ആണ് എങ്കിൽ എച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ഇംപ്ലൈസ് എച്ച് എന്താ? എ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബി ബൈ എ ആകും അല്ലെ? ബി ബൈ എ ആകും. ആ ബി ബൈ എ എന്നുള്ളത് ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ അതിനെ ന്യൂമറേറ്റർ എഴുതിയാൽ എ ഇൻവേഴ്സ് ആകും, എ ഇൻവേഴ്സ് ബി ആകും. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ, അതായത് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കുക, അതായത് എക്സ് വൈ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ഇൻവേഴ്സ് ഇൻറ്റു ബി കണ്ടുപിടിച്ചാൽ മതി. അതിൽ നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സും ഉണ്ട്. എന്താണ് ഇല്ലാത്ത? എ ഇൻവേഴ്സ് ആണ് നമുക്കില്ലാത്ത. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം അല്ലെ? അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിൽ എന്താ, എങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് എയും ബിയും സിയും ഒന്ന് എഴുതാം. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 മൈനസ് 2 0 2 മൈനസ് 1 മൈനസ് 1 0 മൈനസ് 2 1. അപ്പൊ ഇത് എല്ലാ എക്സിന്റെയും വൈയുടെ കോഎഫിഷ്യന്റ് ആട്ടോ. ഇവിടെ ഫസ്റ്റ് ഇതിലാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് -2, ഇസഡിന്റെ കോഎഫിഷ്യന്റ് ഇല്ല, ദാറ്റ് ഈസ് 0. അടുത്തത് എക്സിന്റെ 2, വൈയുടെ -1, ഇസഡിന്റെ -1. അടുത്തത് എക്സ് ഇല്ല 0, വൈയുടെ -2, ഇസഡിന്റെ 1. ഇങ്ങനെയാണ് എ എന്ന് പറയുന്ന സെറ്റ്. എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്താ? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് ആണ്, എക്സ് വൈ ഇസഡ്. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതിന്റെ ആർ എച്ച് എസ് ആണ് 10 8 7 10 8 7. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എ ഇൻവേഴ്സ് ആണ് അല്ലെ? അപ്പൊ എ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്?
അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ് അല്ലെ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ നമുക്ക് എ ഒന്ന് ഇപ്പുറത്തൊന്ന് തന്നെ എഴുതാം. 1 മൈനസ് 2 0 2 minus 1 minus 1 0 minus 2 1. ഓക്കെ, ഇതാണ് എ. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അഡ്ജോയിന്റ് കാണണം, ഡിറ്റർമിനന്റ് കാണണം. ഡിറ്റർമിനന്റ് കാണാൻ നമുക്ക് വലിയ പ്രശ്നമില്ല അല്ലെ. ഡിറ്റർമിനന്റ് കാണാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അഡ്ജോയിന്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോഫാക്ടറും മൈനറും ഒക്കെ കണ്ടുപിടിച്ചുള്ള മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്ത് നല്ല പരിചയമുള്ളതാണ്. ഇനി ഒരു എളുപ്പ വഴിയും കൂടി പഠിപ്പിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടത് ചിലപ്പം കോഫാക്ടറും മൈനറും കണ്ടുപിടിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വഴിയും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ, അഡ്ജോയിന്റ് എ. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മളൊരു ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഡിറ്റർമിനന്റ് വാല്യൂ ഏതിന്റെയാ? സെറ്റ് എയുടെ ഡിറ്റർമിനന്റ് വാല്യൂ. അപ്പൊ എയിലെ ഡിറ്റർമിനന്റ് വാല്യൂ ഇത് 3/3 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ അത് ആദ്യം അങ്ങ് എഴുതുക. 2 - 1 - 1 0 - 2 1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ താഴേക്ക് ഒരു 2 റോ, ഇതിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് റോ എന്താ? 1 - 2 0. അതുപോലെ തന്നെ അടുത്ത റോ 2 - 1 - 1. ഓക്കെ, താഴേക്ക് റോ റിപ്പീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് 2 കോളം കൂടി റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യേണ്ട? ഫസ്റ്റ് 2 കോളവും ഫസ്റ്റ് 2 റോയും റിപ്പീറ്റ് ചെയ്ത് അടുത്ത റോയും കോളവുമായിട്ട് എഴുതുക. ഇനി അടുത്തത് എന്താ? കോളമായിട്ട് എഴുതണം. ഫസ്റ്റ് കോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഇത് 1 ആണ്, അടുത്തത് 2 ആണ്, അടുത്തത് 0 ആണ്, അടുത്തത് 1 ആണ്, അടുത്തത് 2 ആണ്. ഇനി അടുത്ത കോളം വേണ്ട, ഈ കോളം വീണ്ടും എഴുതുകയാണ്. -2 - 1 -2 -2 -1. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീണ്ടും എഴുതി വെച്ചു. അപ്പൊ നമ്മുടെ 3/3 മെട്രിക്സ് ഇതേണ്ട കുറെ എലമെന്റ് ഉള്ള വലിയൊരു സാധനമായി. ഇനി എന്താ ചെയ്യുക? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പാർട്ട്, ആവശ്യമില്ലാത്തൊരു പാർട്ടുണ്ട്. ഇതിനകത്തൊരു പാർട്ട് നമുക്ക് ആവശ്യമില്ല. ഏതാണെന്ന് അറിയാമോ? ഈ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും നമുക്ക് ആവശ്യമില്ല. അതങ്ങ് കളഞ്ഞേക്കുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമുക്ക് ആവശ്യമില്ല, അത് കളഞ്ഞേക്കുക. അതങ്ങ് വെട്ടിക്കളഞ്ഞു. ഞാൻ എന്താ മായ്ച്ച് കളയാണ്. നമ്മളത് ചെയ്തു. അതങ്ങ് മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മിച്ചം നമുക്ക് വേണ്ട ഇങ്ങനെ ഒരു എലമെന്റ്സ് 4 എലമെന്റ്സ് 4 റോയും 4 കോളവും ആയിട്ടുള്ള ഒരു എലമെന്റ് ഇല്ലെങ്കിൽ ഒരു മെട്രിക്സോ ഡിറ്റർമിനൻസോ പോലെ ഇങ്ങനെ ഒരു ഇത് കിടപ്പുണ്ടാവും. ഇനി ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അഡ്ജ ഈസ് ഈക്വൽ ടു അഡ്ജ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. 3/3 മെട്രിക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ എല്ലായിടത്തും നമുക്കൊരു പെയർ ആയിട്ട് ഇതിന്റെ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ, ഇതിനെ ഒരു സ്ക്വയർ, ഇതാണ് ഇങ്ങനെ ഒരു സ്ക്വയർ കിടപ്പുണ്ട്. 2/2 മെട്രിക്സ് ഉണ്ട്. അടുത്തതാണ്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് കിടപ്പുണ്ട്. അടുത്തതാണ്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് കിടപ്പുണ്ട് അല്ലെ. ഇങ്ങനെ പല രീതിയിലുള്ള മെട്രിക്സുകളായിട്ട് ഇതിനെ തിരിക്കാം. നമുക്ക് അതിന്റെ എല്ലാം ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ക്രോസ് ആയിട്ട് പ്രിൻസിപ്പൽ ഡയഗണൽ മൈനസ് ഓഫ് ഡയഗണൽ അല്ലേ. അപ്പൊ പ്രിൻസിപ്പൽ ഡയഗണൽ -1 × 1 എന്ന് പറയുന്ന -1 ആണ്. -1 മൈനസ് -1 × 2 2 ആണ്. അപ്പൊ -1 - 2 എന്ന് പറയുന്നത് എത്രയാ? -1 - 2 -3 അല്ലെ. ഇനി ഇത് രണ്ടും കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുക? ഇങ്ങനെ എഴുതുന്ന സാധനം നേരെ ട്രാൻസ്പോസ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ അടുത്ത ഈ എലമെന്റിന്റെ ആണ് എഴുതുന്നത് ഇവിടെ വരുമ്പോൾ അല്ലെ. കറസ്പോണ്ടിങ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരേണ്ട എലമെന്റ് ആണ്. പക്ഷെ അതെന്ത് ചെയ്യുക? ട്രാൻസ്പോസ് ആയിട്ട് എഴുതുമ്പോൾ ഇവിടെ എഴുതുക, അടുത്ത സെക്കൻഡ് കോളത്തിലുള്ളതായിട്ട് എഴുതുക. അപ്പൊ എന്താ? -2 × 0 0 ആണ്. 0 - -2 അതായത് 0 + 2 എന്ന് പറയുന്നത് 2 ആണ്. താഴെയല്ല, ഇവിടെ ട്രാൻസ്പോസ് ആയിട്ട് എഴുതുക. ഇനി ഇവിടെ താഴേക്ക് വരുമ്പോൾ എന്താ വരിക? -2 × -1 2 ആണ്. 2 - 0 2 ആണ് അല്ലെ. ഇനി അടുത്തത് ഇത് -1 × 0 0 ആണ്. 0 - 2 -2 ആണ്. അടുത്ത 1 - 0 1 ആണ്. അടുത്ത 0 + 1 1 ആണ്. അടുത്തത് -4 -0 -4 ആണ്. അടുത്തത് -0 -2 0 + 2 2 ആണ്. അടുത്ത -1 -4 -1 + 4 3 ആണ്.
ഓക്കെ, അപ്പൊ അഡ്ജോയിന്റെ കിട്ടി, ഇതാണ് അഡ്ജോയിന്റെ. അപ്പൊ നമ്മൾ കോഫാക്ടറും അതും എല്ലാം കണ്ടുപിടിക്കാൻ പോകുന്നതിലും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പൊ അഡ്ജോയിന്റെ കിട്ടി. ഇനി എന്താ, ഡിറ്റർമിനന്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. എന്താ ഡിറ്റർമിനന്റ്? നമ്മൾ വേണ്ടേ, ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു ഈ റോയും ഫസ്റ്റ് കോളവും പോയി, -1 ഇൻറ്റു 1 എന്ന് പറയുന്നത് -1 ആണ്. -1 -2 -3 ആണ് അല്ലേ. അടുത്തത് ഒരു മൈനസ് ഉണ്ട്, ഓൾറെഡി -2 ആണ്. അപ്പൊ +2 ഇൻറ്റു എന്താണ് നടുക്കത്തെ ഇത് രണ്ടും ക്യാൻസലായി 2 - 0 2. അടുത്തത് 0 ഇൻറ്റു സംതിങ് ആണ്, അതെല്ലാം അതുപോലെ തന്നെ പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഡിറ്റർമിനന്റ് വാല്യൂ 1 ആണ്. അപ്പൊ അഡ്ജ ബൈ ഡിറ്റർമിനന്റ് എന്താ, 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് തന്നെയാണ് എന്ത്, നമ്മുടെ എ ഇൻവേഴ്സ്. അപ്പൊ അഡ്ജ, അതായത് ഇത് തന്നെ ആവുന്നത് എങ്ങനെയാ, ഡിറ്റർമിനന്റ് 1 ആണ്. 1 വെച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്താൽ ഈ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. അപ്പൊ അഡ്ജ തന്നെയാണ് എ ഇൻവേഴ്സ്. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ, എ ഇൻവേഴ്സ് H ഈസ് ഈക്വൽ ടു എന്താ, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. അപ്പൊ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിപ്പോ കിട്ടി. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അടുത്ത നമ്മുടെ മൈൻഡ് ഗെയിം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോബബിലിറ്റി 8 മാർക്കിന് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 8 മാർക്കിന് ചോദിക്കുന്നതാണ്. കേസ് സ്റ്റഡി ആയിട്ടും ചോദിക്കുന്ന ഒരു പ്രോബ്ലം. വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസിന്റെ കേസ് സ്റ്റഡീസിൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു കേസ് സ്റ്റഡിയും നോക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സാധാരണ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ചോണം, പി ഓഫ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്താണ്, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ ഉടനെ തന്നെ മനസ്സിൽ ഈ സാധനം ഓർത്തോണം, ഇത് ഇല്ലാണ്ട് പ്രോബ്ലം ഇല്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോക്കിയതാണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇ ആൻഡ് എഫ് ആർ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഇ എഫും 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. സച്ച് ദാറ്റ് പി ഓഫ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 0.6. അപ്പൊ പി ഓഫ് ഇ ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട് 0.6. അപ്പൊ പി ഓഫ് ഇ ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ പി ഓഫ് ഇ നമുക്ക് എഴുതാമല്ലോ. എന്താ പി ഓഫ് ഇ, 1 മൈനസ് പി ഓഫ് ഇ ഡാഷ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. അപ്പൊ പി ഓഫ് ഇ ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ പി ഓഫ് ഇ നമ്മൾ എഴുതി. ആൻഡ് പി ഓഫ് ഇ യൂണിയൻ എഫ് തന്നിട്ടുണ്ട്. പി ഓഫ് ഇ യൂണിയൻ എഫ് എന്താ മക്കളെ, പി ഓഫ് ഇ യൂണിയൻ എഫ് അഡീഷൻ തിയറം വെച്ച് പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ് അല്ലെ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡീഷൻ തിയറം വെച്ചിട്ട് നമ്മുടെ പി ഓഫ് ഇ യൂണിയൻ എഫ്. ഇത് പി ഓഫ് ഇ നമ്മുടെ കയ്യിലുണ്ട് 0.4 പ്ലസ് പി ഓഫ് എഫ് നമുക്കറിയില്ല, പി ഓഫ് എഫ് മൈനസ് പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് അല്ലേ. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്താ, ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അപ്പൊ ഇത് രണ്ടും ഈ ഇന്റർസെക്ഷൻ ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആണ്. അപ്പൊ പി ഓഫ് ഇ നമുക്കറിയാം 0.4 ആണ് ഇൻറ്റു പി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0.6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, ഫൈൻഡ് പി ഓഫ് എഫ്. പി ഓഫ് എഫ് കണ്ടുപിടിക്കുക. പി ഓഫ് എഫ് വേണ്ട ഇവിടെ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഒരു 0.4 ഉണ്ട്, ഇത് അപ്പുറത്തേക്ക് പോയാൽ മൈനസ് ആകും അല്ലെ. അപ്പൊ പി ഓഫ് എഫ് മൈനസ് 0.4 പി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0.6 മൈനസ് 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. ഇനി വേണ്ട പി ഓഫ് എഫ് കോമൺ എടുത്താൽ ഇൻറ്റു ഇവിടെ ഒരെണ്ണമുണ്ട് 1 മൈനസ് 0.4 ഈസ് ഈക്വൽ ടു 0.2 അല്ലെ. അപ്പൊ 0.6 പി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0.2 ആണ്. അപ്പൊ പി ഓഫ് എഫ് എന്താ, പി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. അപ്പൊ പി ഓഫ് എഫ് എത്രയാ, 1/3 എടുക്കാം, അല്ലെങ്കിൽ 3.3333 എന്ന് എഴുതാം. ഒന്നെങ്കിൽ 1/3 എഴുതാം, ഇല്ലെങ്കിൽ 0.33 അല്ലെ, 0.3333 എക്സെട്ര. അപ്പൊ ഈ വാല്യൂ ആണ് പി ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, പി ഓഫ് ഇ ഡാഷ് യൂണിയൻ എഫ് ഡാഷ്. പി ഓഫ് ഇ ഡാഷ് യൂണിയൻ എഫ് ഡാഷ്
ബൈ ഡിമോർഗൻസ് ലോ നമുക്കറിയാം പി ഓഫ് ഇ ഡാഷ് യൂണിയൻ എഫ് ഡാഷ് എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ദ ഹോൾ ഡാഷ്. അപ്പൊ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് നമ്മുടെ കയ്യിലുണ്ട്. എത്രയാ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് നമുക്ക് പി ഓഫ് എഫ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താ? 1/3 ഇൻറ്റു P of E, that is equal to 1 minus P of E into P of F ആണ്. അപ്പോൾ P of E നമ്മുടെ കയ്യിലുണ്ട്, P of F നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1ൽ നിന്ന് കുറയ്ക്കുക, ആൻസർ കിട്ടും. ഓക്കെ, ഈ ഫൈനൽ ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മുടെ പ്രോബബിലിറ്റിയിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എൻ്റെ അടുത്ത ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടെന്ന് ചെയ്യുന്ന ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവന്റ്സ് സച്ച് ദാറ്റ്, രണ്ട് ഇവന്റ്സ് ആണ് സച്ച് ദാറ്റ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1/2. പി ഓഫ് എ തന്നിട്ടുണ്ട് 1/2 ആണ്. പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1/2. അതുപോലെ തന്നെ പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 7/12. 7/12 ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് 7/12 ആണ്. ആൻഡ് പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു 1/4. പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡിമോർഗൻസ് ലോ വെച്ചിട്ട് ഇതിനെ എന്തെന്ന് വിളിക്കാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1/4 അല്ലെ? അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് ഇവിടുന്ന് എഴുതാലോ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആ ഫസ്റ്റ് ചോദ്യം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി രണ്ട് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അപ്പുറത്തേക്ക് പോയാൽ അത് പ്ലസ് ആകും. ഈ 1/4 ഇപ്പുറത്ത് വന്നാൽ അത് മൈനസ് ആകും. മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ത് വന്നു? 3/4 വന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ ആയി. ഇനി ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണോ? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ് എങ്കിൽ എന്തായിരിക്കും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വിൽ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ? ഇത് ഈക്വൽ ആണ് എങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആ. നമുക്കിത് ചെയ്ത് നോക്കാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നോക്കാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/2 into 7/12 is equal to 7/24. That is not equal to 3/4 is equal to P of A intersection B. A intersection B ആണോ? അല്ല അല്ലേ? നോക്കാം, ഒന്നുകൂടി നോക്കാം. 7/24 ആണ് കിട്ടിയത്. അത് എന്താണ്? നമ്മുടെ P of A intersection B എന്താ? P of A intersection B എന്ന് പറയുന്നത് that is not equal to P of A intersection B. A intersection B അല്ല, 3/4 അല്ല. ഇപ്പൊ 3/4 അല്ല, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ല എങ്കിൽ അത് എന്താണ്? അത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ല. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ 7/24 ഒരെണ്ണം 3/4 ആണ്. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ല. ഓക്കെ, കേസ് സ്റ്റഡിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സെൽഫ് സ്റ്റഡി ഹെൽപ്സ്. അപ്പൊ കേസ് സ്റ്റഡി എന്താ നമുക്കറിയാം, നിങ്ങൾ പരിചയമാണ്. എന്താണ്? നമുക്കൊരു കേസ് ഇങ്ങനെ ഇല്ലെങ്കിൽ കുറെ അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്റ്റീവ് കോംപ്രിഹെൻഷൻ നമുക്കുണ്ടാകും. അത് വായിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: സെൽഫ് സ്റ്റഡി ഹെൽപ്സ് സ്റ്റുഡൻസ് ടു ബിൽഡ് കോൺഫിഡൻസ് ഇൻ ലേണിംഗ്. ഇറ്റ് ബൂസ്റ്റ് ദ സെൽഫ് എസ്റ്റീം ഓഫ് ദി ലേണേഴ്സ്. അപ്പൊ സെൽഫ് സ്റ്റഡിയെ പറ്റിയാ പറയാം. ഓക്കെ, അത് ബൂസ്റ്റ് ചെയ്യും. Recent surveys suggested that close to 50% learners were self-taught using internet resources and upskilled themselves. അവര് എന്ത് ചെയ്യാണ്? തന്നെ പഠിക്കുകയാണ്. കുറെ പേര് 50% ആൾക്കാരും സെൽഫ് സ്റ്റഡി ഇന്റർനെറ്റിലും ഇല്ലെങ്കിൽ മറ്റു റിസോഴ്സസിലും എല്ലാം തന്നെ അപ്സ്കിൽ ചെയ്യുകയാണ്. എന്ന് സെൽഫ് സ്റ്റഡി വഴി അപ്സ്കിൽ ചെയ്യുകയാണ്. A student may spend 1 hour to 6 hours in a day in upskilling self. ഒരാള് 1 to 6 hours സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്താൽ നമ്മുടെ അപ്സ്കിൽ ചെയ്യപ്പെടും. നമ്മൾ അപ്സ്കിൽ ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നമ്പർ ഓഫ് അവേഴ്സ് സെൻഡ് ബൈ എ സ്റ്റുഡന്റ്. അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. സെൽഫ് സ്റ്റഡി എങ്ങനെയാണ്, അത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് 1 to 6 hours ഒരു ആള് പഠിക്കണം എന്നൊക്കെ പറയാണ്. അപ്പൊ അപ്സ്കിൽ ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരാളുടെ ഡീറ്റെയിൽസ് നമുക്ക് തരികയാണ്. ഒരു സ്റ്റുഡന്റിന്റെ 1 to 6 അവേഴ്സിന്റെ ഒരു ഡാറ്റ തന്നിരിക്കുകയാണ്. പി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്ന അവേഴ്സ് ആണ് കേട്ടോ. വേർ എച്ച് ഡിനോട്ട് നമ്പർ ഓഫ് അവേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. കെ എച്ച് സ്ക്വയർ 1 2 3 ആദ്യത്തെ 1-2 മണിക്കൂറിലാണെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്ന ലേണിംഗ് എന്ന് പറയുന്ന കെ എച്ച് സ്ക്വയർ ആണ്. അതിന്റെ പ്രോബബിലിറ്റി കെ എച്ച് സ്ക്വയർ ആണ്.
അതുപോലെ തന്നെ 4, 5, 6 ആണെങ്കിൽ 2kh ആണ്, അതർവൈസ് 0 ആണ്. ഓക്കെ, അപ്പൊ അതർവൈസ് 0 ആണ്. അപ്പൊ ഇത് എന്താ പറയാ, ഇതിന്റെ ഒരു ഡേറ്റ നമുക്ക് തന്നു, ഒരാളുടെ സെൽഫ് സ്റ്റഡിയുടെ ഒരു ഡേറ്റ തന്നു. ബേസ്ഡ് ഓൺ ദി അബോവ് ഇൻഫർമേഷൻ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പം എക്സ്പ്രസ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ അബവ് ഇൻ ദ ഫോം ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇപ്പൊ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഇത് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. ഇപ്പൊ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്ന് പ്രോബബിലിറ്റി ഉണ്ട്, പി ഓഫ് എക്സ്, ഇത് എക്സ് ആണ്. ഓക്കെ, ഇത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ഉണ്ട്, എക്സ് ഐ ഉണ്ട്. അപ്പം ഇത് മണിക്കൂർ, നമ്പർ ഓഫ് അവേഴ്സ്, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. നമ്പർ ഓഫ് അവേഴ്സ് കൊണ്ട് അതിന്റെ പ്രോബബിലിറ്റി, നമ്പർ ഓഫ് അവേഴ്സ്, ഓക്കെ, അതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ ഇത് 1 മണിക്കൂർ ഉണ്ട്, 1 to 6 അല്ലെ, 2 hours ഉണ്ട്, 3 hours ഉണ്ട്, 4 hours ഉണ്ട്, 5 hours ഉണ്ട്, 6 hours ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 6 മണിക്കൂറത്തെ കാര്യം പറഞ്ഞ. അപ്പൊ എന്താ പറഞ്ഞ, 1 to 3 hours, 1 to 3 hours-ന് kh² ആണ്. അപ്പൊ kh², h എന്ന് പറയുന്ന നമ്പർ ഓഫ് അവേഴ്സ് ആണ്. അപ്പൊ ഇവിടെ kh² ആണ്, h എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ kh² എന്ന് പറഞ്ഞാൽ 1² into k എന്ന് പറയുന്ന k തന്നെയാണ്. ഇനി അടുത്തത് kh² 2 ആണ് അല്ലെ. ഇത് മുഴുവൻ എന്താണ്, kh² ആണ്. ഇത് മുഴുവൻ എന്താണ്, 2kh ആണ്, 2kh. അപ്പൊ 2² into k, 2² 4 ആണ്, അപ്പൊ 4k. അടുത്തത് 3² into k, അപ്പൊ 9k അല്ലെ. അപ്പൊ ഇതാണ് ആദ്യത്തെ 3 ഡിസ്ട്രിബ്യൂഷൻസ്, അതിന്റെ പ്രോബബിലിറ്റീസ്. ഇനി അടുത്തത് എന്താ, 2kh ആണ്. അപ്പൊ k എന്ന് പറയുന്നത്, സോറി, h എന്ന് പറയുന്ന 4 ആണ്. അപ്പൊ 2 into 4 8 ആണ്, അപ്പൊ 8k. ഇനി അടുത്ത 5 ആണെങ്കിൽ 2 into 5 10k. അടുത്ത 6 ആണെങ്കിൽ 12k. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിനുള്ള ആൻസർ ആയി എന്താ, എക്സ്പ്രസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഇൻ ദ ഫോം ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അത് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ എഴുതി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, വാല്യൂ ഓഫ് കെ. ഇപ്പൊ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓർത്തോണം, വേറെ ഒന്നും ഓർക്കണ്ട, സം ഓഫ് ദി പ്രോബബിലിറ്റി, സം ഓഫ് പി ഐ ഈസ് ഈക്വൽ ടു 1. പ്രോബബിലിറ്റി എല്ലാം കൂടി കൂട്ടിയാൽ എന്താ, 1 ആയിരിക്കും അല്ലെ. അപ്പൊ അത് മാത്രം ഓർത്താൽ മതി. രണ്ട് ഈ പ്രോബബിലിറ്റി, ഈ സെക്കൻഡ് കോളം, ഈ റോ, ഇത് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്തേ കിട്ടുള്ളൂ, അതൊരു അതിന്റെ സം എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലെ. അപ്പൊ നോക്കാം, ഇവിടെ ഇത് 1k ഉണ്ട്, 1 + 4 5, 5 + 9 14, 14 + 8 22 + 10 32 + 12 44k അല്ലെ. നോക്കാം, 44k അത് സം ചെയ്താൽ 44k is equal to 1. അപ്പൊ k is equal to 1/44. അപ്പൊ k എന്ന് പറയുന്നത് kയുടെ വാല്യൂ എത്രയാ, 1/44. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആയി, സെക്കൻഡ് ചോദ്യത്തിന്റെ ആൻസർ ആയി, വാല്യൂ ഓഫ് k എന്ന് പറയുന്നത് 1/44 ആണ്. ഇനി അടുത്ത ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 1 less than h less than 6. അപ്പൊ h ന്റെ വാല്യൂ, പ്രോബബിലിറ്റി ഓഫ് 1 less than h less than 6. അപ്പൊ h less than 6 എന്ന് പറഞ്ഞാൽ 1 5 തൊട്ട് പുറകില്. ഇനി 1-നെക്കാട്ടിലും ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ 2 ആ. അപ്പൊ 2 3 4 5. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് 2 3 4 5 ആണ് വേണ്ടത് അല്ലെ. അപ്പൊ 2 3 4 5ന്റെ പ്രോബബിലിറ്റി എത്രയാ, ഇവിടെ 2ന്റെ പ്രോബബിലിറ്റി 4k ആണ്, 3യുടെ പ്രോബബിലിറ്റി ഇതാണ്, 4ന്റെ പ്രോബബിലിറ്റി ഇതാണ്, 5ന്റെ പ്രോബബിലിറ്റി ഇതാണ്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ. 4 + 9 13 ആണ്, 13 + 8 എന്ന് പറയുന്നത് 21 ആണ്, 31k അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 31k. അപ്പൊ കെയുടെ വാല്യൂ നമുക്കറിയാം, 31 into 1/44. ദാറ്റ് ഈസ് ഈക്വൽ ടു 31/44. ആൻസർ ഈസ് 31/44. അപ്പൊ ഇത്രയും അതായത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണെന്നേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് വായിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം 2-3 കീ പോയിന്റ്സ് ഓർത്താൽ മതി. സം ഓഫ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് 1 ആയിരിക്കും ഏതെങ്കിലും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു പോയിന്റ് മാത്രമേ ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പ്രോബ്ലംസ് മുഴുവൻ ചെയ്യാം. ക്ലിയർ? ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ചോദിക്കുന്ന ലാസ്റ്റ് ടൈപ്പ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ബേസ് തിയറം ആണ്. ബേസ് തിയറം ഉറപ്പായിട്ടും ചോദിക്കും.
ഒരു എസ്എ ക്വസ്റ്റൻ ആയിട്ടോ ഇല്ല അങ്ങനെ ആ രീതിയിലുള്ള ഒരു ചോദ്യം. ബേസ് തിയറം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതെങ്കിലും കണ്ടീഷണൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് അടുത്ത കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്തെഴുതാം. ഇവിടെ ഒരു ഭാഗ് 1 കൊടുത്തിട്ടുണ്ട്. ഭാഗ് 1 contains 3 red and 4 black balls, while another bag 2. So bag 2 ഉണ്ട്. bag 2 എന്താ ഉള്ളത്? bag 2 contains 5 red and 6 black balls. 5 red and 6 black balls. One ball is drawn. ഒരു ബോൾ എടുത്തു and random from one of the bags. ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തു and it is found to be red. അത് റെഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഭാഗ് 1ഉം 2ഉം ഞാൻ നമ്മൾ അതിനെ എ എന്നും ബി എന്നും വിളിച്ചു. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഭാഗ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത 1/2 ആ. 2 ഭാഗമേ ഉള്ളൂ അല്ലെ. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി എന്താ? പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഓൾസോ 1/2 അല്ലെ. ഇനി അത് രണ്ടും നമുക്ക് കിട്ടി. ഇനി അത് എന്താ? ഇനി അടുത്ത് ഒരു ബോൾ എടുത്തു, ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തു, ഏതാണെന്ന് നമുക്കറിയില്ല. അത് കിട്ടിയത് റെഡ് ആണ്. അപ്പൊ കിട്ടി ഫൗണ്ട് ടു ബി റെഡ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ഭാഗ് 2. ഭാഗ് 2-ൽ നിന്നാണ് അത് എടുത്തതെന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രോബബിലിറ്റി ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. റെഡ് ആണ്, അത് ഭാഗ് 2-ൽ നിന്നാണ്. അപ്പൊ ആദ്യം സംഭവിക്കുന്നത് എന്താ? റെഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ആദ്യം സംഭവിക്കുന്നത് ഡിനോമിനേറ്ററിൽ എഴുതുക, രണ്ടാമത് സംഭവിക്കുന്നത് ന്യൂമറേറ്റർ എഴുതുക. ഭാഗ് 2 ആണ്. ഭാഗ് 2 എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ആർ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ആർ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് തിയറം അനുസരിച്ച് എന്താ? പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ ബി ഡിവൈഡഡ് ബൈ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഇതാണ് നമ്മുടെ ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ സാധനത്തിൽ പ്രോബബിലിറ്റി ഓഫ് ബിയും പ്രോബബിലിറ്റി ഓഫ് എയും ഉണ്ട്. ആർ ഗിവൺ ബിയും ആർ ഗിവൺ എയും നമുക്ക് കണ്ടുപിടിക്കണം. അത് എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ ബി, ഇതിൽ ആദ്യം സംഭവിക്കുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ എ ആദ്യം സംഭവിക്കുന്നത് എന്താ? എ ഭാഗ് 1-ൽ നിന്നായിരിക്കണം. ഭാഗ് 1-ൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത, ഭാഗ് 1-ൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത, അതാണ് ഈ പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ എ എന്ന് പറയുന്ന കണ്ടീഷൻ പ്രോബബിലിറ്റിയുടെ മീനിങ്. അപ്പൊ ഭാഗ് 1-ൽ നിന്ന് കിട്ടാനുള്ള സാധ്യത എത്രയാ? 3/7. ടോട്ടൽ 7 ബാഗ്സ് ഉണ്ട്, അതിൽ റെഡ് കിട്ടുന്നത് 3/7 ആണ്. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് രണ്ടാമത്തെ ഭാഗിൽ നിന്ന്, രണ്ടാമത്തെ ഭാഗം ടോട്ടൽ 11 ഉണ്ട്, അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത 5/11. അപ്പൊ നമ്മുടെ ഏതാണ്ട് ഈ ബേസ് തിയറത്തിന്റെ ഇക്വേഷന്റെ അകത്തുള്ള എല്ലാ വാല്യൂസും നമ്മുടെ മുകളിൽ നമ്മൾ ക്വസ്റ്റിന്റെ അകത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ ബേസ് തിയറവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ചോദിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇതിന്റെ അകത്ത് ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ മതി, നമ്മുടെ ചാപ്റ്റർ ഫുള്ളായി. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സെയിം ടൈപ്പിലാണ് ചെയ്യുക അല്ലെ. നമുക്ക് നോക്കാം. സോൾവ് ദി പ്രോബ്ലം. ഈ ഒരൊറ്റ പ്രോബ്ലം ഉള്ളൂ. സോൾവ് ദി പ്രോബ്ലം ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി. മാക്സിമൈസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് 200h + 500y. ഇനി സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് ഉണ്ട് h + 2y. നമ്മൾ കൺസ്ട്രെയിൻസ് സോൾവ് ചെയ്താൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ ഇക്വേഷൻ സൈൻ ആക്കി മാറ്റി എഴുതുക. ഈസ് ഈക്വൽ ടു 10. ഈക്വൽ ടു 10 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഒന്ന് ഇത് y. h 0 ആണെങ്കിൽ ഇത് 0 ആയിപ്പോ 2y = 10, ദാറ്റ് ഈസ് y = 5. ഇനി y 0 ആണെങ്കിലോ, y 0 ആണെങ്കിൽ h = 10. അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ഒന്ന് 0 5ഉം 2 10 0ഉം. ഫസ്റ്റ് കൺസ്ട്രെയിനിൽ കിട്ടിയ പോയിന്റ് അതാണ്. ഇനി അടുത്തത് 3h + 4y = 24 ആണെങ്കിലോ, അടുത്ത കൺസ്ട്രെയിൻ ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് h ആൻഡ് y. h 0 ആണെങ്കിൽ 4y = 24. y = 24/4 എത്രയാ? 6 ആണ്. ഇനി അടുത്ത y 0 ആണെങ്കിൽ 3h = 24. h = 24/3 8 ആണ്. അപ്പൊ ഇവിടെ പോയിന്റ് കിട്ടി എന്താ? 0 6ഉം അടുത്തത് 8 0ഉം. അടുത്ത കൺസ്ട്രെയിൻ ഉണ്ട് hy > 0, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. അപ്പൊ നമുക്ക് ഇനിയുള്ള പ്രൊസീജിയർ എന്താ? നമ്മൾ ഇനി ഗ്രാഫ് വരയ്ക്കുക അല്ലെ. 1 2 3 4 5 6 7 8 9 10
അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ നമ്മുടെ പോയിന്റ്സ് എല്ലാം കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് 0, 5 ഉണ്ട്, 10, 0 ഉണ്ട്. 0, 5 എന്ന് പറഞ്ഞാൽ x0യും y5ഉം. ഇനി അടുത്തത് 10, 0 എന്ന് പറയുന്നത് x10ഉം y0യും വേണ്ട ഈ ഒരു ലൈനാണ്. ഇനി അടുത്ത പോയിന്റ് ഏതായിരുന്നു? 0, 6ഉം 8, 0യും. 0, 6 എന്ന് പറഞ്ഞാൽ വേണ്ട ഈ പോയിന്റ് ആണ്. 8, 0 എന്ന് പറയുന്നത് വേണ്ട ഈ പോയിന്റ് ആണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടി ഈ കൺസ്ട്രെയിന്റ് ഇൻഇക്വാലിറ്റി നോക്കുക. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ആ ലൈനിന്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എബോവ് ആണ് അല്ലെ? ഫസ്റ്റ് ലൈനിന്റെ എബോവ് ആണ്. അപ്പൊ ഈ ലൈനിന്റെ ഇപ്പുറത്തേക്കാണ് വരിക. ഈ പൊസിഷനാണ്, ഇങ്ങോട്ടാണ് വരിക. അതുപോലെ തന്നെ മറ്റേ ലൈനിന്റെ ലെസ് ദാൻ ആണ്, ആ ലൈനിന്റെ താഴേക്കാണ്. അപ്പൊ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഫീസിബിൾ റീജിയൻ ആയിട്ട് വരുന്ന എവിടെയായിരിക്കും? ഈ ഒരു റീജിയൻ ആയിരിക്കും അല്ലെ? ഫീസിബിൾ റീജിയൻ ഈ റീജിയൻ ആയിരിക്കും. അപ്പൊ 2 കോർണർ പോയിന്റ്സ് നമുക്ക് കിട്ടി. 3 കോർണർ പോയിന്റ്സ് ടോട്ടൽ ഉള്ള. അതിൽ ഒന്ന് 0, 5 ആണ്, ഒന്ന് 0, 6 ആണ്. അടുത്ത കോർണർ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ കോർണർ പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി അല്ലെ? ഇക്വേഷൻസ് 2 ഇക്വേഷൻസ് കൺസ്ട്രെയിൻസും കൂടി സോൾവ് ചെയ്താൽ h + 2y ഫസ്റ്റ് 3h + 4y is equal to 3h + 4y is equal to 24 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? h + 2y അല്ലെ? h + 2y is equal to 10. h + 2y is equal to 10. ഇത് ഇക്വേഷൻ 2. ഞാൻ 1 - 2 into ഇക്വേഷൻ 2 ചെയ്താൽ ഇക്വേഷൻ 1ൽ നിന്ന് 2 into ഇക്വേഷൻ 2 അതെന്താ? 3h + 4y. ഇതാണ് ഇക്വേഷൻ 1 is equal to 24. ഇതിൽ നിന്ന് എന്ത് പറയും? 2 into ഇക്വേഷൻ 2. ഇക്വേഷൻ 2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 2h ആയി + 4y ആയി is equal to 20 ആയി. എന്ത് വരും? ഇത് 4 ആണ്. 4y മുഴുവൻ ക്യാൻസൽ ആയി. h is equal to 4 എന്ന് കിട്ടി. അപ്പൊ h 4 ആണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഇക്വേഷനകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ h 4 ആണെങ്കിൽ 4 + h 4 ആണ് എന്ന് കിട്ടി അല്ലെ? h 4 ആണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ 4 + 2y എന്ന് പറയുന്നത്. 4 + 2y is equal to 10. അപ്പൊ 2y is equal to 6 implies y is equal to 3. y is equal to 3. അപ്പൊ നമ്മുടെ ഈ പോയിന്റ് എന്താ? 4,3 അല്ലെ? അപ്പൊ നമുക്ക് 3 ഫീസിബിൾ റീജിയന്റെ 3 കോർണർ പോയിന്റ്സും കിട്ടി. ഇനി നമ്മൾ മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ കോർണർ പോയിന്റ്സും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അടങ്ങുന്ന ടേബിൾ വരയ്ക്കുക. കോർണർ പോയിന്റ്സ്, അടുത്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to 500h പ്ലസ് എന്തായിരുന്നു? 200h + 500y. (200h + 500y). ഇപ്പൊ കോർണർ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? 0.6 ഉണ്ട്, 0,5 ഉണ്ട്, അടുത്ത 4,3 ഉണ്ട്. നോക്കാം. 200 × 0 0 + 500 × 6 എന്ന് പറയുന്നത് 3000 ആണ്. അടുത്ത 5 × 500 എന്ന് പറയുന്നത് 2500 ആണ്. ഇനി 4 × 200 എന്ന് പറയുന്നത് 800 ആണ്. 3 × 500 എന്ന് പറഞ്ഞ് 1500 ആണ്. ദാറ്റ് ഈസ് 2300 അല്ലേ? അപ്പോൾ 2300 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് മാക്സിമം വാല്യൂ ഏതാ? 3000 ആണ് അല്ലെ? 3000 ആണ്. സോ therefore നമ്മുടെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതുക? ആൻസർ ആയിട്ട് എഴുതുക മാക്സിമം ഈസ് 3000 at 0,6 ആ പോയിന്റിലാണ് എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ LPP-യിൽ നിന്നുള്ള പ്രോബ്ലം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഉള്ളൂ. അതായത് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ ഒക്കെ കണ്ടുപിടിക്കുക കോർണർ പോയിന്റ്സ്. ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നുള്ളത്. അപ്പൊ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, കോൺസെപ്റ്റും വെയിറ്റേജും മനസ്സിലാക്കി എല്ലാ ചാപ്റ്റേഴ്സും മൂവ് ചെയ്യുക, ആദ്യം പഠിച്ചു പോവുക. അപ്പൊ ആ രീതിയിലുള്ള പ്രോബ്ലംസ് എല്ലാ ഈ കോൺസെപ്റ്റുകളിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും ഇനിയും ഉള്ളത് ചെയ്ത് നോക്കുക. ഇനിയും ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് ഈ കോൺസെപ്റ്റിൽ വരുന്ന പല പ്രോബ്ലംസും ഉണ്ടാവും, അതും ചെക്ക് ചെയ്ത് പഠിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.